ഹായ് ഗായ്സ്, വെൽക്കം ടു അനദർ വ്ളോഗ് ഓഫ് ജെ ജെ ഷോ. അപ്പോൾ ഇന്ന് ഈ സൺഡേ നമ്മൾ വന്നിരിക്കുന്നത് മ്യൂസിയത്തിൻ്റെ വീഡിയോ ആയിട്ടാണ്. നമ്മൾ ലാസ്റ്റ് ചെയ്ത അക്വേറിയത്തിൻ്റെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു നമ്മളൊരു മ്യൂസിയം കൂടെ കണ്ടതായിട്ട്. അപ്പോൾ ആ വീഡിയോ ആണ് ഇത്. അക്വേറിയത്തിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിക്കോളൂ, നൈസാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഷാർജ അക്വേറിയത്തിൻ്റെ മ്യൂസിയം കാണാനായിട്ട് തുടങ്ങാം. ഇതിനെപ്പറ്റി ഒരുപാട് പറയാനായിട്ടില്ല. അതായത് നമുക്ക് അക്വേറിയം പോലെ ഇൻട്രസ്റ്റിംഗ് ആണോ എന്നുള്ളതൊരു സംശയമാണ്. പിന്നെ നമ്മൾ ഈ കപ്പലും കടൽ തീരവും കാര്യങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ട് വളർന്ന കേരളത്തിലായതുകൊണ്ട് തന്നെ നമുക്കിത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് അല്ല. പിന്നെ നമ്മൾ ഈ അക്വേറിയം കാണാൻ വരുമ്പോൾ ആ പാക്കേജിനകത്തുള്ളതാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതായത് വേറെ നമ്മൾ സെപ്പറേറ്റ് പേയ്മെൻ്റ് ഒന്നും ചെയ്യണ്ട. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും കണ്ടു നോക്കാം. ഹലോ ഗൈസ്, ഞാനിവിടെ നിൽക്കുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊരു ചുമരാണെന്ന്. പക്ഷേ അല്ല ഗൈസ്, ഇത് ഇവിടെ അറബികൾ പണ്ട് കടലിൽ പോകാൻ യൂസ് ചെയ്തിരുന്ന ബോട്ടാണ് ഈ പുറകിൽ കാണുന്നത്. നമ്മൾ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ മെയിനായിട്ട് കാണുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പൂർവികർ യൂസ് ചെയ്തിരുന്ന, അല്ലെങ്കിൽ പണ്ടത്തെ കാലത്ത് ഇവർ എക്സ്പോർട്ട് ഇമ്പോർട്ട് കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്തിരുന്ന ഗതാഗതം എനിക്ക് മനസ്സിലായത് ഈ കപ്പലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മ എന്ന രീതിയിലാണ് ഇവരെല്ലാം അതിൻ്റെ മിനിയേച്ചർ വേർഷൻസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മീൻ പിടിക്കുന്ന കൊട്ട, മീൻ ഇതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു തരത്തിൽ തിരിച്ചറിഞ്ഞില്ല ഗൈസ്. അത്ര ഇഷ്ടമാണ് മീനിന്. അതെ.
ഇനി ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഈ ഓരോ ഐറ്റംസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്ന ഉളി തൊട്ട് എന്താ പറയുക, അതിന് യൂസ് ചെയ്യുന്ന മരങ്ങൾ എല്ലാം അവർ കൃത്യമായിട്ട് മേക്കിങ്ങിന് ആവശ്യമായിട്ട് വന്ന കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പോരാതെ ഇത് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്ത ആൾക്കാർ, ഐ മീൻ ഈ മേക്കിങ്ങിൻ്റെ മെയിനായിട്ട് പങ്കുള്ള അവരുടെ ഫോട്ടോസ് പോലും അവരവിടെ ഡിസ്പ്ലേയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞങ്ങളത് പതുക്കെ സമയമെടുത്ത് എല്ലാം നോക്കിയും കണ്ടും മനസ്സിലാക്കി ഇങ്ങനെ എൻജോയ് ചെയ്ത് പോന്നു.